ടീച്ചറാണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനകത്ത് ഞാൻ പറഞ്ഞു എപ്പോഴും ഒരു 8 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കയറാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റെഗുലർ ബോഡീസിന്റെ ഡയമീറ്ററും ടാൻജന്റും ഒക്കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. എ തിൻ റിംഗ് ഹാസ് എ മാസ് m and a radius r. Its moment of inertia about its diameter. ഒരു റിംഗിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? ചോയ്സ് mr²/4, mr²/2, 3mr²/4, mr². വളരെ സിമ്പിൾ ആയിട്ട് 1/2 mr² ആണ്. 1/2 mr² എന്ന് പറയുന്നത് mr²/2 ആണ്. ആൻസർ ഈസ്, ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കണം, mr²/2. ആൻസർ ഈസ് mr²/2. ഒരു തിൻ റിംഗിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മൊമെന്റ് ഓഫ് ഇനർഷ്യക്കുള്ള ഇക്വേഷൻ mr²/2. ഇതിന്റെ ടാൻജന്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻ ഓരോന്നും വരുന്നുണ്ട്. വൃത്തിയായിട്ട് ഓർത്തിരിക്കുക. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് എല്ലാം മാർക്ക് ചെയ്ത് പിടിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ടു ബി റിപ്പീറ്റഡ്. ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനും നേരത്തെ പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എ ഡിസ്ക്, ഏത് ഡിസ്ക്, സർക്കുലർ ഡിസ്ക് ആകാം, initially at rest, that is a keyword, initially at rest, start rotating about its own axis with a constant angular acceleration of 0.2 radian per second square. The time taken by the disk to rotate by 10 radian in second, automatic second ആണ്. ടൈം ടേക്കൺ കണ്ടുപിടിക്കണം. rotate by 10 radian തന്നിട്ടുണ്ട്. തന്നേക്കുന്ന എല്ലാം നമുക്കൊന്ന് എഴുതാം. ω0, കാരണം ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ 0 ആണ്. ഇനീഷ്യലി 0 ആണ്. ആംഗുലർ ആക്സലറേഷൻ ആൽഫ എന്ന് പറയുന്നത് 0.2 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ തന്നിട്ടുണ്ട് 10 റേഡിയൻ തന്നെ എഴുതാം. ടൈം നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ പലയിടത്ത് റെപ്പറ്റീഷൻ ആണ്. നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് പലയിടത്ത് എടുക്കുന്ന സംഭവമാണ്. തീറ്റ ഈസിക്കൽ ടു, ഇതിന് ആൽഫ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം. തീറ്റ ഈസിക്കൽ ടു ω0t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. തീറ്റ ഈസിക്കൽ ടു ω0t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തീറ്റയ്ക്ക് പകരം 10, ω0 0 ഇൻറ്റു ടി, ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് മൊത്തത്തിലേക്ക് പോകും. പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫയ്ക്ക് പകരം 0.2 ഇൻറ്റു ടി സ്ക്വയർ. ഈ 2ഉം ഈ 0.2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ 0.1 ടി സ്ക്വയർ ഈസിക്കൽ ടു 10. അതിൽ നിന്ന് ടി സ്ക്വയർ ഈസിക്കൽ 10/0.1 എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ഈസിക്കൽ ടു 100, ടി ഈസിക്കൽ √100, ടി ഈസിക്കൽ 10 സെക്കൻഡ്. ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഓപ്ഷൻ നിങ്ങൾക്ക് പിന്നെ PDF നോട്ട്സിൽ കാണാം. 10 സെക്കൻഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ഈക്വേഷൻ ആണ്. പിന്നെ എപ്പോഴും നമ്മൾ u0 v0, കാരണം റൊട്ടേറ്റിംഗ് ബോഡി വരുമ്പോഴത്തേനും അവിടെ ഒമേഗ എന്ന് പറയുന്നതാണ് ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി എന്താണ്? ഇനിഷ്യലി റെസ്റ്റ് ആണ് ω0 ആണ്. അത് നോട്ട് ചെയ്ത് പിടിക്കണം. ആംഗിൾ തീറ്റ 10 റേഡിയൻ തന്നിട്ട് ഇക്വേഷൻ തീറ്റ ഈസിക്കൽ ടു ω0t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. കൃത്യമായിട്ട് പഠിക്കുക. നല്ലപോലെ ചെയ്ത് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ പല വേർഷൻസ് അതാണ് ടു ബി പലപ്പോഴും നമുക്ക് ചോദിക്കാവുന്ന റിപ്പീറ്റഡ്, ടു ബി റിപ്പീറ്റഡ് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരെണ്ണമാണ് ഈ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യനും മുമ്പേ പറഞ്ഞ ക്വസ്റ്റ്യനായിട്ട് ഏകദേശം അല്ല, ആ ഇക്വേഷൻ തന്നെ വേറെ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. എ ടോർക്ക് ഓഫ് 15 ന്യൂട്ടൺ മീറ്റർ ആക്ടിംഗ് ഓൺ എ വീൽ അറ്റ് റെസ്റ്റ്, ദാറ്റ് ഈസ് ഓൾസോ എ കീവേഡ്, rotates it through 200 radians in 5 seconds. Calculate the angular acceleration produced. ആണ് ഞാൻ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ലെറ്റേഴ്സ് എല്ലാം ഡിനോട്ട് ചെയ്യുന്നത്, ടേംസ് എല്ലാം ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് അറിഞ്ഞിരിക്കും. ആംഗുലർ വെലോസിറ്റി ഒമേഗ, ആംഗുലർ ആക്സലറേഷൻ ആൽഫ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. ടോർക്ക് എന്ന് പറയുന്നത് ടോ, ആംഗുലർ മൊമെന്റോ എന്ന് പറയുന്നത് എൽ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ലെറ്റർ ഏതാണെന്ന് ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. തന്നിരിക്കുന്നത് എന്താണ്? ടോർക്ക് എന്ന് പറയുന്നത് ടോ ഈസിക്കൽ 15 ന്യൂട്ടൺ മീറ്റർ. അറ്റ് റെസ്റ്റ് പറയുന്നുണ്ട് ω0 എന്ന് പറയുന്നത് 0,
തീറ്റ ആംഗിൾ എന്ന് പറയുന്നത് 200 റേഡിയൻ, ടി എന്ന് പറയുന്നത് 5 സെക്കൻഡ് കണ്ടുപിടിക്കേണ്ട ആൽഫ. സെയിം ഇക്വേഷൻ തീറ്റ ഈക്വൽ ഒമേഗ 0 ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. തീറ്റ ഈക്വൽ ഒമേഗ 0 ആകുമ്പോഴത്തേക്ക് ഈ ടൈം അങ്ങ് പോയി 0 പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ആംഗുലർ ആക്സിലറേഷൻ ആൽഫയാണ്. ആൽഫ ഈസ് ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേന് 2 തീറ്റ ബൈ ടി സ്ക്വയർ. ആൽഫ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം 200 ബൈ 5 സ്ക്വയർ. ആൽഫ ഈസ് ഈക്വൽ ടു 400 ബൈ 2 ഇൻറ്റു 200 400 ബൈ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 400 ബൈ 25 എന്ന് പറഞ്ഞാൽ 16 ആൽഫ. എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സിലറേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. ആംഗുലർ ആക്സിലറേഷൻ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ആൻസർ ഈസ് 16 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇനി ഈ ഒരു ടൈപ്പിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യും. ഓക്കെ വാ.